ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ഇന്നലത്തെ വീഡിയോ വാച്ച് ചെയ്തവർക്ക്. അതെ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാദിലുള്ള കിങ് സൽമാൻ ഇൻ്റർനാഷണൽ അറബിക് അക്കാദമി, അതായത് ലാംഗ്വേജ് അക്കാദമി, ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് 100% ആണല്ലേ സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഫുഡ്, അക്കമഡേഷന്, പിന്നെ ടിക്കറ്റ്, വിസ എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ. നിങ്ങൾക്ക് അറബി പഠിക്കണോ, അവരെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ കൊടുക്കേണ്ടത്, അതിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനിയും ഈ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഇത് നിങ്ങൾ കണ്ടോളൂ. കാരണം ഈ വീഡിയോ മെയിൻലി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളതാണ് മെയിൻലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്നലത്തെ വീഡിയോയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ശേഷം ആ വീഡിയോ ഞാൻ നമ്മുടെ ജോബ് ഗ്രൂപ്പിൽ, ട്യൂഷൻ ഗ്രൂപ്പിൽ, പിന്നെ നമ്മുടെ ഫ്ലാറ്റ്സ്, പിന്നെ ഫർണിച്ചർ, ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു. ഈ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വന്നു. കുറേ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരേണ്ട ഡൗട്ട്സാണ്. ചില ഡൗട്ട്സുകൾക്കൊന്നും റിപ്ലൈ ഇല്ല. അതായത് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പോക്കറ്റ് മണി എത്ര ചിലവാകും എന്നുള്ളത്. പോക്കറ്റ് മണി എത്ര വേണമെന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം എല്ലാ കാര്യങ്ങളും അവർ ഫ്രീ ആയിട്ട് തരും അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് പിടിക്കാം. ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എത്ര പവൻ സ്വർണം ഇട്ട് വരാം ഇങ്ങനെ വിസ തന്നാൽ? നിങ്ങൾ കാര്യമായിട്ട് ഇവിടെ വെഡിങ്ങും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും മറുപടി ഇല്ല. ഓക്കെ, അല്ലാതെ നിങ്ങൾ ആ അഡ്മിഷൻ കാര്യമായിട്ടുള്ളതിനുള്ള ഇതാണ് ഞാനിവിടെ കാര്യമായിട്ട് റിപ്ലൈ തരുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ജെന്യൂൻ ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഞാൻ കൊടുക്കുന്നത് കിങ് സൽമാൻ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ അവരുടെ ഫോട്ടോ ആണ്. ഇപ്പോൾ ഈ കാണുന്നത് അവരുടെ ഓഡിറ്റോറിയത്തിൽ നിന്നൊരു ഫോട്ടോ ആണ്. ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ പോയിട്ട് എടുത്തതാണ്. ഇത് അക്കാദമിയിൽ നിന്നുള്ള പിക്ചേഴ്സാണ്. അതുപോലെ ഇപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ന്യൂസ് അറബ് ന്യൂസിൽ, എല്ലാ ന്യൂസ് പേപ്പറുകളിൽ വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഇതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. മെയിൻലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ളൊരു ഫെസിലിറ്റി ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല. പ്രൈവറ്റിനെക്കാട്ടിലും ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിരിക്കും ഇവിടുത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റിലാവും ഒന്നും കൂടെ നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഗവൺമെൻറ് തരുന്ന ഒരു ഫെസിലിറ്റിയുടെ കാര്യം എന്ന് പറയുന്നത് അത്രയും ബെസ്റ്റായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. കാരണം എനിക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കും ഇങ്ങനെ എത്രയൊക്കെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാവും നിങ്ങളെ വണ്ടറായിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലാണ് ഇത്, നമ്മുടെ നാട്ടിലല്ല. അവർ ഇത്രയും, അതായത് 140 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് ഈ ഒരു ഫെസിലിറ്റി അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറബി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒട്ടും അറബി അറിയാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ചിലർ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊട്ടും അറബി അറിയില്ല, എനിക്കിതിന് അപേക്ഷിക്കാൻ പറ്റുമോ? ഒട്ടും അറബി അറിയാത്തവർക്കാണ്. ബിഗിനിങ് മുതൽ നിങ്ങളെ അറബിക് ലെറ്റർ മുതലുള്ളതാണ് അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അറബിക് ലെറ്റർ മുതൽ ഫ്ലുവൻ്റ് ആയിട്ട് അറബിക്ക് സ്പീക്ക് ചെയ്യാനുള്ളത് വരെ അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. 8 മാസത്തെ കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും $16,000 ഇതിന് അവരുടെ 6 മാസത്തെ കോഴ്സിൻ്റെ ഒരു ഫീസായിട്ട് വരുന്നത്. ആ ഒരു $16,000 വാല്യൂ ഉള്ള കോഴ്സ്, അതിലും കൂടുതൽ 8 മാസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ ഓഫർ ചെയ്യുന്നത്. ഇതപ്പോൾ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. 2 മാസത്തേക്ക് $450 മുതൽ 6 മാസത്തേക്ക് $16,000 വരെയാണ് അവരുടെ ഫീസ് എന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞത്, ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 പൈസ കൊടുക്കാതെ നാട്ടിലേക്ക് വിസയും ടിക്കറ്റും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്ന് ഇവിടെ വന്നിട്ട് ഒരു അറബി പഠിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുക എന്നുള്ളത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ.
പിന്നെ മുസ്ലിംസ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ മക്ക മദീനയൊക്കെ വരാനും വേണ്ടി ക്യാഷ് ഇല്ലാതെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. ഹോളി മോസ്കുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ളവർ, അവർക്കിതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. 8 മാസം നിങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ഹോളി മോസ്ക് എന്തായാലും പോയിട്ട് വിസിറ്റ് ചെയ്യാം. അതിനുള്ളൊരു ഫെസിലിറ്റി എന്തായാലും അവർ തരാതിരിക്കില്ല. ഇങ്ങനൊരു മുസ്ലിം കൺട്രിയിൽ വന്നിട്ട് നമ്മുടെ ഹോളി മോസ്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. വിസയും ടിക്കറ്റൊക്കെ എടുത്ത് അവർ നിങ്ങളെ കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഹോളി മോസ്കുകളിലേക്ക് പോകാൻ ട്രെയിൻ ഫെസിലിറ്റി ഉണ്ട്. അതും ട്രെയിൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ബസ്സസും ഉണ്ട് ഹോളി മോസ്കിൽ പോകാൻ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇത് വേണോ വേണ്ടയോ, അതുപോലെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റിയതാണ്. ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിൻ്റെ ഒരു പരിപാടി അവർ കൊടുക്കുന്നുണ്ട്. ഫെബ്രുവരി 20th ഇത് വന്നത്, ഇതിൻ്റെ ഒരു അവരിത് റിലീസ് ചെയ്തത് കേട്ടോ, ഇങ്ങനെ കൊടുക്കുന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആണല്ലോ, ഇത് വിശ്വസിക്കാൻ പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതൊക്കെ അറബിക് വേൾഡ് അക്കാദമിയുടെ അകത്ത് നിന്നുള്ള പിക്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചവരുണ്ടായിരുന്നു, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ്, ഇതിൽ ഉള്ള മുസ്ലിംസിനാണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, മുസ്ലിം അല്ലാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ ചെറിയ കുട്ടികളുള്ളവർക്ക് മക്കളെയും കൊണ്ട് വരാൻ പറ്റുമോ പഠിക്കാൻ എന്നുള്ളതും നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ തന്നതിൻ്റെ ശേഷം ഞാൻ മറ്റു കാര്യങ്ങളിലേക്കും പോവാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്നലെ എന്നോട് ഈ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിനുമായിട്ട് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഹിന്ദു മുസ്ലിം മറ്റ് നോൺ മുസ്ലിംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിമിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ ഈ പിക്ചറിൽ തന്നെ നമുക്ക് കാണാം അല്ലേ, തല കവർ ചെയ്തിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവിടെ മുസ്ലിം ആയിട്ടുള്ളവർക്ക് തല കവർ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് അല്ലേ സൗദി അറേബ്യയിൽ. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഷോൾ ഇടണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുസ്ലിം ആയവരും അല്ലാത്തവരും അവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഈ ഒരു പിക്ചർ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ചോദിച്ചത്, ചെറിയ കുട്ടികളുള്ളവർക്ക് അപ്ലൈ ചെയ്താൽ അവർക്കുള്ള വിസയും കൂടെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത്, ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവരൊരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. ഈ ഇമെയിൽ IDയിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, എനിക്ക് ചെറിയ കുട്ടിയുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ അവരെ അറിയിക്കാം, അപ്പോൾ കുട്ടിക്കും കൂടെ വിസ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചാൽ അവർ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും. ഇപ്പോഴല്ല നിങ്ങൾ ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കണം. അതിൻ്റെ മുന്നേ തന്നെ കുട്ടിക്കും പാരൻസിനും എല്ലാവർക്കും വിസ ചോദിച്ചു പോവല്ലേ. ഓക്കെ. ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യട്ടെ. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ശേഷം നിങ്ങൾ ഇങ്ങനൊരു ഇമെയിൽ ID കൊടുത്ത് നോക്കുക, റിക്വസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. മുസ്ലിംസ് അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം, ചെറിയ കുട്ടികളുള്ളവരും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തോളൂ. ഇതാണ് നിങ്ങളുടെ ആ ഡൗട്ട്സിനുള്ള മറുപടി. ഇനി കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് അറബ് ന്യൂസ്, ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ന്യൂസ് പേപ്പർ, അവർ തന്നിട്ടുള്ള ന്യൂസാണ്. ഇവരുടെ കിങ് സൽമാൻ അക്കാദമി അറബിക് ക്ലാസ് നോൺ നേറ്റീവ് സ്പീക്കേഴ്സ്, അതായത് അറബി അല്ലാത്തവർക്കുള്ള ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസാണിത്. ഇതിലവർ പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിലുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. 8 മാസത്തെ 4 ലെവൽ കോഴ്സാണ് അവർ കൊടുക്കുന്നത്. 160 മണിക്കൂർ, അതായത് ആഴ്ചയിൽ 20 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ. അത് ഇപ്പോൾ തന്നെ 150 രാജ്യങ്ങളിൽ 41 രാജ്യങ്ങളിൽ നിന്നും 150 സ്റ്റുഡൻസ് ഓൾറെഡി എൻറോൾ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം അറബ് ന്യൂസൊക്കെ അവരുടെ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 150 സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. എത്ര സ്റ്റുഡൻസിന് വേണമെങ്കിലും അവർ സ്റ്റുഡൻസിന് ഇത്ര ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നെ അവർ പറയുന്നത് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും അല്ലേ, എന്താണ് സൗദി അറേബ്യ ഇത്രയും ആളുകൾക്ക് ഫ്രീ വിസയും ടിക്കറ്റും മറ്റ് ചിലവുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ അല്ലേ.
ഇതെന്തായാലും എനിക്ക് പറയാനുള്ള കിങ്ഡമാണ്, നമ്മളെ നാട് പോലെയല്ല. അപ്പോൾ അവർ ഇങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം സൗദി അറേബ്യയിൽ 2030 ഒരു വിഷൻ ഇത് നടക്കുകയാണ് ഇവിടെ. അതായത് ഒരു 10 ഇയേഴ്സ് ബിഫോറുള്ള സൗദി അറേബ്യയും ഇപ്പോഴുള്ള സൗദി അറേബ്യയും നോക്കിയാൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം മുമ്പത്തെ സൗദി ഒരു 10 വർഷം മുമ്പ് ഇവിടെ വന്നു പോയ ഒരാൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ വന്നാൽ നിങ്ങൾ ആകെ സൗദിയുടെ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. ബിൽഡിംഗ് ആയാലും റോഡായാലും മറ്റെല്ലാ സർവീസ് ആയാലും, അതുപോലെ ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികൾ, അതുപോലെ മറ്റ് റൂളുകൾ, ലേഡീസിന് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് വന്നോ, ഡ്രസ്സിങ്ങിലുള്ള മാറ്റം, ഒരുപാട് മാറ്റങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് സൗദി അറേബ്യയിലെ ഒന്നിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. 2030 ആകുന്നതോടുകൂടി സൗദി അറേബ്യ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പും ഫുൾ ഫണ്ട് ചെയ്തിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അറബിക് ലാംഗ്വേജ് പഠിപ്പിക്കുക, അറബിക് ലാംഗ്വേജ് സംസാരിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇത് 2030 വിഷൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നതെന്നാണ് അറബ് ന്യൂസിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കും കൂടെ പോയിട്ട് ഒന്ന് റീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അവർ കൊടുക്കുന്നത് അറബിക്ക് ആക്ച്വലി ഇതിൽ 4 ലെവലായിട്ടാണ്. A1, A2, B1, B2. ഈ A1, A2, B1, B2 എന്ന് പറയുമ്പോൾ A1 അവർ അറബിക് വൊക്കാബുലറി എങ്ങനെയാണ് വായിക്കുക, എങ്ങനെയാണ് എഴുതാൻ പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുക. അങ്ങനെ ഓരോ ലെവലും അവർ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് B2 വരുമ്പോൾ നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറബി സംസാരിക്കാൻ പഠിച്ചിരിക്കും. അറബി നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സാധാ അവരുടെ അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് A1, A2, B1, B2, C1, C2 ആണ്. C1, C2 എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ എക്സ്പേർട്ടുകൾ, ഓക്കെ, നിങ്ങൾക്ക് അറബി പഠിപ്പിക്കാനൊക്കെ ഒന്നും കൂടെ എക്സലൻ്റ് ആൻഡ് എക്സ്പേർട്ട് ആവാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് B2 വരെ ഉണ്ടെങ്കിൽ തന്നെ അറബി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ലെവലാണ് നിങ്ങൾ ഈ 8 മാസം കൊണ്ട് അവർ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ആഴ്ചയിൽ 20 ക്ലാസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 8 മാസം കൊണ്ട് 160 ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഇതും ക്ലിയർ ആണല്ലോ. പിന്നെ അവരിതിൽ പറയുന്നത്, പിന്നെ അവരുടെ അബ്ദുല്ല അൽ വാസ്മി സെക്രട്ടറി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അറബിക് ലാംഗ്വേജ് ഇസ് ദ ഗ്ലോബൽ ലാംഗ്വേജ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ആൻഷ്യൻറ്റ് ആൻഡ് എക്സ്പാൻസീവ് കൾച്ചർ. ഇതൊരു കൾച്ചറിൻ്റെ ഒരു ഭാഗം കൂടിയാണ്, അവരുടെ ലാംഗ്വേജ് ആണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷൻ 30യുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നതെന്നും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ഫുള്ളി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നിങ്ങൾക്കറിയേണ്ടത് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളിലുള്ള ഡൗട്ടാണ്. കാരണം ഈ ഒരു വെബ്സൈറ്റ്, ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയിട്ടാണല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹൈസ്കൂൾ മുതൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അറബി സംസാരിക്കാൻ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഒട്ടും അറബി അറിയാത്ത നിങ്ങൾ 0 ആണ് അറബിയിലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഉള്ളത് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് സൗദി അറേബ്യയിൽ വേറെ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ വേറെ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി നിങ്ങളത് യൂസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ വീണ്ടും ഈ സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം മനസ്സിലായല്ലോ. ഓൾറെഡി നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ഇവരുടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യല്ലേ, നിങ്ങൾക്കിത് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കിങ്ഡം സൗദി അറേബ്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്താക്കിയവരാണ് നിങ്ങളെങ്കിൽ, ഡിസ്മിസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ അവർ പറയുന്ന 4ാമത്തെ കാര്യം, നിങ്ങൾ മെഡിക്കലി ഫിറ്റ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ എടുത്തിരിക്കണം. സാധാരണ നമ്മൾ ഗൾഫിൽ പോരാൻ മെഡിക്കൽ എടുക്കൂലേ, അത്രയേ ഉള്ളൂ. അസുഖങ്ങളൊന്നും ഇല്ലാതെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാവണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ 5ാമത്തെ കാര്യം പറയുന്നത് 18 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളവരായിരിക്കണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്താൽ അവർ നിങ്ങൾക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ റിമോട്ടായിട്ട് നടത്തും എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നടത്തും.
ഓക്കെ, ഈ ഓൺലൈനായിട്ട് നടത്തുന്ന സമയത്ത് ഒട്ടും അറബി അറിയാത്ത നിങ്ങൾ എങ്ങനെ സംസാരിക്കുക ഇവരോട് എന്ന് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ലാംഗ്വേജ് അവർ പറയുന്നത് ദെയർ ഈസ് എ മെമ്പർ ഹൂ സ്പീക്സ് ദ ലേണേഴ്സ് ലാംഗ്വേജ് ഓർ ആൻ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ്. നമ്മുടെ മലയാളം അറിയുന്ന ഒരാൾ അവരുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റിയ ഒരാളെ കൂടെ ആയിരിക്കും അവർ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് സമാധാനമായല്ലോ. അവർ ചോദിക്കുന്നതിനൊക്കെ എങ്ങനെ മറുപടി പറയാമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതും വേണ്ട. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്താ വേണ്ടത്? ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട്, പിന്നെ ഡിഗ്രി ഓർ SLC മുതൽ ഡിഗ്രി വരെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒരു CV, പിന്നെ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യം എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ അഡ്മിഷൻ ഗേറ്റിൻ്റെ വെബ്സൈറ്റിൽ ആ ലിങ്ക് ഇന്നലെ തന്ന വീഡിയോയിലുണ്ട്, ഇന്നത്തെ ഈ വീഡിയോയുടെ താഴെയും ലിങ്ക് കൊടുക്കാം. ഇനിയും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർക്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഇന്നലെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആ വീഡിയോയിൽ. ഇനി അടുത്തത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്താൽ അവർ നിങ്ങൾക്കൊരു സ്പെഷ്യൽ നമ്പർ, ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID-യിലേക്കാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലൂടെ തന്നെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഇമെയിൽ ID-യും പാസ്വേഡും കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച പോലെ. അപ്പോൾ അതേ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ കൊടുക്കണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് നിങ്ങൾക്കറിയണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ, ഇതല്ല നിങ്ങൾക്കറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അവർ ആപ്ലിക്കേഷൻ ഈസ് ബീയിങ് സ്റ്റഡീഡ്, പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പറയാനായിട്ടില്ല. അവർ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. രണ്ടാമത്തത്, ആപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ് ടു കംപ്ലീറ്റ്. ആപ്ലിക്കേഷന് അവർ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻട്രി ചെയ്യാനുണ്ട്, ഏതെങ്കിലും കോളംസ് ഫില്ല് ചെയ്യാത്തതുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും കൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. എങ്ങനെ ഓപ്പൺ ആക്കുക? നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID-യും പാസ്വേഡും ഇന്നലെ ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഇമെയിൽ ID-യും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളത് തുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, ദ റിക്വസ്റ്റ് വാസ് റിജക്റ്റഡ് വിത്ത് എ നൈസ് അപ്പോളജി ലെറ്റർ. നിങ്ങളുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അവരൊരു അപ്പോളജി ലെറ്ററൊക്കെ ആയിട്ട് അവർ തരും. കാരണം എന്തായിരിക്കും? ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി സ്കോളർഷിപ്പ് കിട്ടിയ ഒരാളായിരിക്കും, അതില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസ്മിസ് ചെയ്തത് എന്തെങ്കിലും ഒരു റീസൺ റീഫോൾട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആവില്ല, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ ആപ്ലിക്കേഷന് റിജക്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് പോവാം. ഇനി അടുത്തത് നിങ്ങൾക്കറിയേണ്ടത്, അവർ നിങ്ങൾക്ക് എല്ലാ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാൻ, മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെവൽസ് ഓഫ് സ്റ്റഡി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, A1 A2 B1 B2. എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ്, അവർ തരുന്ന അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കുമോ, അങ്ങനെ അതുപോലെ സേഫ് ആയിരിക്കുമോ. നിങ്ങൾ നാട്ടിൽ നിന്ന് ചിലരൊക്കെ ലേഡീസൊക്കെ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് അല്ലേ? അതുപോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ആർക്കും അപ്ലൈ ചെയ്യാട്ടോ, നിങ്ങൾക്ക് അറബി പഠിക്കണമെങ്കിൽ. ഇപ്പോൾ ഇതിൽ ഹിന്ദു ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഹസ്ബൻഡുമാർ ഒരു പക്ഷേ അറബിക് കൺട്രിയിലാവും വർക്ക് ചെയ്യുന്നത്, സൗദിയിലാവണമെന്നില്ല. ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ദുബൈയിലോ ഖത്തറിലോ ഒമാനിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളും അവരുടെ കൂടെ പോയിട്ട് അവിടെ സെറ്റിൽഡ് ആവണമെന്ന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ലാംഗ്വേജ് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലേ? നിങ്ങൾക്ക് അതിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ജോബ് വർക്ക് പ്ലേസിലൊക്കെ നല്ല പ്രിഫറൻസ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും, സേഫ് ആണോ ഈ ഒരു കൺട്രി എന്നുള്ളത്. ഞാനിവിടെ 14-15 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
വളരെ സേഫാണ് ഇവിടെ. നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോകാനും നമുക്ക് ടാക്സി വിളിച്ച് പോകാനും നടന്നു പോകാനൊക്കെ നമ്മളെ നാടിനേക്കാളും ഭയങ്കര സേഫാണ്. കാരണം ഇവിടെ റൂൾസ് അത്രയും സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ. ഓക്കെ, ഇത് പുറത്ത് നമ്മൾ ഇറങ്ങി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അകത്ത് അവർ തരുന്ന ഫെസിലിറ്റി കാര്യങ്ങൾ ഇത് ഗവൺമെൻറ്റാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. പിന്നെ ആ ഫെസിലിറ്റിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയും നല്ല അടിപൊളി സർവീസ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻവയോൺമെൻറ്റ് പറയുന്നത് കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റിയാണ് അവർ കൊടുക്കുന്നത്. ആൻഡ് റെഗുലർ മെയിൻ്റനൻസ്, എന്തെങ്കിലും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. ഇനി നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കുള്ള ഫ്രീ ട്രാൻസ്പോർട്ടേഷന് അവർ കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ അക്കോമഡേഷൻ ഒരു പക്ഷേ അതിൻ്റെ അടുത്തല്ലെങ്കിലും നിങ്ങൾക്ക് ബസ്സുകൾ ഉണ്ടാകും. കോളേജിലേക്ക് പോകാനുള്ള ബസ് അവർ ഫ്രീ ആയിട്ട് അത് തരും. പിന്നെ നിങ്ങൾക്ക് ജിം ഫെസിലിറ്റി ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള ജിമ്മായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻറിച്ച്മെൻറ്റ് കൾച്ചറൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ നടത്തുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടോട്ടലി നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റിയെക്കുറിച്ച് അറിയാനുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാലോ ഫുഡും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾ എന്നോട് ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിൻ്റെ ഒരു പിക്ചേഴ്സാണ് വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, അറബിക് അക്കാദമിയുടെ. അപ്പോൾ ഇനി ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ, അപ്ലൈ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്ന് അറബി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു പോസ്റ്റാണ്. ഓക്കെ, ഇത് അവരുടെ ഒരു ക്ലാസ് റൂമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അവരുടെ ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആണല്ലോ. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, കുട്ടികളുള്ളവർ ഇനി എന്താ എൻ്റെ കുട്ടിയെ ഞാൻ ചെയ്യാന്നുള്ള ആ ഒരു വിഷമിക്കേണ്ട. ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യും, എന്നിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടി എന്നറിഞ്ഞാൽ അവർ പിന്നെ വിസയും ടിക്കറ്റൊക്കെ തരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ അവരോട് തന്നെ സംസാരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളും കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവരോട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അവതരിപ്പിക്കാം, അങ്ങനെ വരാം. പിന്നെ മുസ്ലിം അല്ലാത്തവർക്കും 100% നിങ്ങൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള ഡൗട്ട്സിനെ ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്വർണ്ണം ഇടാൻ പറ്റുമോ, പോക്കറ്റ് മണി എത്ര വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കല്ല കേട്ടോ. അതൊക്കെ നമുക്ക് കോമൺലി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചാൽ കിട്ടാവുന്നൊരു കാര്യമേ ഉള്ളൂ. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാതിരിക്കേണ്ട, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോ. അപ്പോൾ എനിക്ക് അവിടെ വന്ന് ഞാൻ അതിന് റിപ്ലൈ പറയുന്ന സമയത്ത് മറ്റുള്ളവർക്കും കൂടി ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലിക്കേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ. അപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്തവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തിട്ട് തുറക്കുക. അത് തുറന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ കിട്ടണമെങ്കിൽ, മിസ്സാവാതിരിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഇന്നലത്തെ വീഡിയോ മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്തുള്ളവരൊക്കെ പോരുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പോരാൻ പറ്റും. നിങ്ങളുടെ സ്റ്റേറ്റസിലൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് വെച്ചോളൂ. കാരണം അറബി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സൗദി അറേബ്യയിലേക്ക് ഫ്രീ ആയിട്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് മാത്രം പോന്നാൽ പോരല്ലോ അല്ലേ. ഇതറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഇത് കിട്ടിക്കോട്ടെ. അപ്പോൾ സ്റ്റേറ്റസ് ആയിട്ടും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഈ 2 വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.